ഇവൻ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ കിട്ടണം, അടിച്ച് കൈ തരൂലേ അല്ലേ? ഇതാണ് പലരും അവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത് അമോറിമിനെ പറ്റി. ഞാൻ അമോറിമിനെ പറ്റി എന്താ പറയുക, അമോറിം കൺവിൻസിങ് അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്നലത്തെ കളിയിൽ ഞാൻ ഈ വക ഡയലോഗുകൾ അടിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ ദ അഡ്വേഴ്സിറ്റീസ് ദാറ്റ് വി ഹാവ്, അതായത് നമ്മുടെ പല പ്ലേയേഴ്സ് ഓഫ് കോണിൽ പോകുന്നു. അതേസമയം ആസ്റ്റൺ വില്ലയുടെ മെയിൻ ടീമിൽ ആരും പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. 3 പ്ലേയേഴ്സാണ് അത് മെയിൻ ടീമിൽ കളിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എന്തായാലും മെയിൻ ടീം പ്ലേയേഴ്സാണ് നമ്മുടെ മെൻബൂമും അമോദും. രണ്ടുപേരും പോയതിനു ശേഷം ഇന്നലെ ഹാഫ് ടൈമിൽ തന്നെ ബ്രൂണോനെ മിസ് ചെയ്തു. കോബി മൈനും ഇല്ല, ഡിലിറ്റ് ഇല്ല, ഒരുപാട് ഇഞ്ചുറിയിൽ, മഗ്വേറില്ല. നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റും ഒക്കെ വലുതാണ്. ഗിവൺ ദാറ്റ് കണ്ടീഷൻസ് വില്ല പാർക്കിൽ പോയിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക ഡയലോഗുകൾ അടിക്കാതിരിക്കുകയാണ് ഭേദം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ആ സ്ക്വാഡ് വെച്ചിട്ട്? സബ്സ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്താണ് മാറ്റം വരുത്താനുള്ളത്? സബ്സ്റ്റിറ്റ്യൂഷൻസിലാകെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി നമ്മുടെ 2 പയ്യന്മാരെ കണ്ടു. ഒന്ന് ഫ്ലെക്സറിന്റെ മോനായ ജാക്ക് ഫ്ലെക്സറും മിഡി കളിച്ചു, മറ്റത് ഷെയ്ലേസിയും വന്ന് അവരുടെ കുറച്ച് മിനിറ്റ്സ് കണ്ടു എന്നുള്ളത് ഓക്കെ. സബ് വേറെ ആരും ഇല്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മോശമല്ല. അതായത് നമ്മളെ വില്ല ഒരിക്കൽ പോലും ഡോമിനേറ്റ് ചെയ്തിട്ടില്ല കളിയിലുടനീളം. കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സോഫ സ്കോർ റേറ്റിംഗും ഗൂഗിളിലും മറ്റേ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന റിസൾട്ട്സിലൊക്കെ കളി കാണുന്നവർക്ക് ഇതൊരു മോശം റിസൾട്ട് ആയിരിക്കാം. ഒബ്വിയസ്ലി റിസൾട്ട് മോശമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് റിസൾട്ട് മോശമാണ്. പക്ഷേ ഗിവൺ ദ കണ്ടീഷൻസ്, ഈ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ മോശമില്ലാത്ത രീതിയിൽ ടീമിനെ സെറ്റപ്പ് ചെയ്ത് മോശമില്ലാത്ത രീതിയിൽ നമ്മൾ കളിച്ചു. വില്ല നെവർ ഡോമിനേറ്റഡ് ദ ഗെയിം വിച്ച് വി തോട്ട്. അതായത് ഞാൻ നല്ല രീതിക്ക് വില്ലയിൽ നിന്ന് ഞാൻ പലയിടത്തും പറഞ്ഞ് ഞാൻ ഹൊറർ ഷോ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി കുറേ ഇഞ്ചുറീസും ഇതൊക്കെ വെച്ചിട്ട്. ഈവൻ മെയിനും ഉണ്ടെന്ന് വിചാരിച്ചാണ് ഹൊറർ ഷോയും കൂടെ വിചാരിച്ചത്. പക്ഷേ വെൻ തിങ്സ് കം, അങ്ങനത്തെ അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു സാധനങ്ങളും ചെയ്യാത്തത് അമോറിമിൻ്റെ ഒരു ഇതായിട്ട് പ്ലസ് ആയിട്ട് ഞാൻ പറയുന്നു. അങ്ങനത്തെ ഹൊറർ ഷോ ആയിട്ടുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു. അവർ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഒന്നും ചെയ്തില്ല. നമ്മൾ നല്ല പോലെ അവരെക്കാളും ചാൻസസ് ഉണ്ടാക്കി. അവർ 2 ചാൻസസ്, ഒന്നെന്ന് പറയുന്നത് അതും അവരടിച്ച 2 ഗോളും നമ്മുടെ ഡിഫെൻസീവ് ഇന്നബിലിറ്റീസ് കാരണം അടിച്ചതാണ്. സെക്കൻഡ് ഗോളൊക്കെ 100% അത് ആരിൽ നിന്നൊക്കെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗോളിൽ ഡലോ ആ വീക്ക് ഫുട്ടിൽ ടിലിമാൻസ് വലിച്ചിട്ടിട്ട് ടിലിമാൻസ് അൺകൺട്രോൾഡ് ആയിട്ട് പോലും അത് ബോക്സിലോട്ട് ഇട്ടു എന്നുള്ളതാണ്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഹെവൻ ഫ്ലാറ്റ് ഫുട്ടഡ് ആയിട്ട് നിൽക്കുന്നു, ലൈക്ക് ആസ് ഇഫ് ഹി വാസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ബോൾ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വാട്കിൻസ് സുഖമായിട്ട് പ്രസ് ചെയ്ത് ബോൾ നടുക്കോട്ട് ഇടുമ്പോഴത്തേക്കും അത് റോജേഴ്സ് എടുക്കുമ്പോഴത്തേക്കും സ്റ്റിൽ റോജേഴ്സ് മുന്നോട്ട് തട്ടിക്കഴിഞ്ഞ് ഏതൊരു റൈറ്റ് ഫുട്ടറിനും ഏറ്റവും സ്വപ്നം കാണുന്നൊരു ആംഗിളിൽ ഷോട്ട് കിട്ടും. അപ്പം അതിന് പോലും ആ സമയത്ത് പോലും ഉഗാർത്തെ ഒന്ന് യുഗാർത്തെ ആരും ക്ലോസിങ് ചെയ്യുന്നില്ല. ഉഗാർത്തെ അപ്പോഴേ അവൻ്റെ ബോൾ കിട്ടി, അവൻ 2 ടച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ബോൾ കിട്ടിയപ്പോൾ തൊട്ട് തന്നെ ഉഗാർത്തെ ഒരു പോസ് വെച്ചിട്ടുണ്ടായിരുന്നു, കാലൊക്കെ പൊക്കിയിട്ട് ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒന്ന് ക്ലോസിങ് പോലും ചെയ്തില്ല. അപ്പോൾ അതേപോലത്തെ ഡിഫെൻസീവ് ലാപ്സസ് ആണ് നമുക്ക് ഇന്നലെ കൺസീഡ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാക്കിയത്. ഈവൻ ബ്രൂണോ പോയതിനു ശേഷം പോലും നമുക്ക് കുറേ കുണ്ണയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു, നമുക്ക് ചാൻസസ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. നമ്മൾ അവരെക്കാളും ബെറ്ററാണ്. റൂബൻ അമോറിം എപ്പോഴും വന്ന് പറയുന്ന ഡയലോഗൊന്നുമല്ല ബെറ്റർ ടീം ഡിഡിങ് വിൻ എന്നുള്ളത്. അത് ടെൻ ഹാഗ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗാണ്. പക്ഷേ റൂബൻ അമോറിം ഇന്നലെ വന്നിട്ട് ക്ലിയർ ആയിട്ട് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞു ബെറ്റർ ടീം ജയിച്ചില്ല. എനിക്കും തോന്നുന്നത് നമ്മൾ തോക്കേണ്ട കളിയല്ല, അറ്റ്ലീസ്റ്റ് ഡ്രോ നമ്മൾ അതിൽ നിന്ന് കിട്ടേണ്ട ഒരു കളിയായിരുന്നു. അവിടുന്ന് കുഞ്ഞയുടെ ഗോൾ എന്ന് പറയുന്നത് നല്ലപോലെ പ്രസ് ചെയ്തുകൊണ്ട് കിട്ടിയ ഗോളാണ്. നമ്മൾ നല്ലപോലെ ഫസ്റ്റ് ഹാഫിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൂണോ ഉള്ളപ്പോഴത്തേക്കും. എന്നിട്ട് ആ പ്രസ്സിൽ കുഞ്ഞ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹാഫിൽ പോലും നമുക്ക് സെസ്കോയ്ക്ക് 2 ചാൻസ് കിട്ടി. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ അടിക്കേണ്ട ചാൻസാണ് അത് മിസ്സാക്കുന്നത്. അപ്പം ഇതൊക്കെ അതിന് കഴിഞ്ഞിട്ട് ഹാഫ് ടൈം അടുപ്പിച്ചാകുമ്പോഴാണ് മോർഗൻ റോജേഴ്സിന് ഫസ്റ്റ് ഗോൾ വരുന്നത്. ഫസ്റ്റ് ഗോളിലും യൂറോ ഷുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. അതിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവൻ്റെതായിട്ടുള്ള വഴിയിലൊക്കെ പോയി അവിടെ തിരിഞ്ഞൊക്കെ തിരിച്ച് ബോക്സിനുള്ളിൽ വന്ന് ഒരു ഗോൾ വാസ് വേൾഡ് ക്ലാസ്. പക്ഷേ അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അത് 2 ഗോൾ നമ്മൾ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അപ്പം ഇതിലൊരിക്കലും ഈ അമോറിമിനെ കുറ്റം പറഞ്ഞിട്ട് ഈ മാർക്ക് ഗോൾബ്രിഡ്ജിനെ പോലുള്ളവന്മാരുണ്ട്. എനിക്ക് അവന്മാരെ പറ്റിയാണ് പറയാനുള്ളത്. അവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേജ് ബെയ്റ്റിൽ മാത്രം ജീവിക്കുന്നവരാണ്. യുണൈറ്റഡ് ഫാൻസ് ആണോ എന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കും. കാര്യം വെറുതെ എനിക്കും മാച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഫ്ലക്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവും. ട്രൂ ആണ്. അയാൾ മാച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ മാച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ യൂഷ്വലി അയാളുടെ വീഡിയോ കാണുന്നത് അയാളുടെ ഫാനാകുമെന്നൊന്നുമല്ല. അയാളുടെ പെർസ്പെക്റ്റീവ് എനിക്ക് പലപ്പോഴും അയാൾക്ക് ഇഷ്ടമല്ല. എനിക്ക് അതായത് അയാളെന്ന് പറയുന്നത് ഒരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ അയാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാൻ ബേസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിസിറ്റി ഈ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ ഫാൻ ബേസാണ്. ഈ നമ്മുടെ ഫാൻ ബേസ് ഇത്രമാത്രം ടോക്സിസിറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ടീമിൻ്റെ പെർഫോമൻസിനെ ഓട്ടോമാറ്റിക്കലി ബാധിക്കും. ആഫ്റ്റർ ഓൾ അവരെല്ലാവരും മനുഷ്യരാണ്, പ്ലെയേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ബാധിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഡിപ്പാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പുറത്തു പോകുന്ന പ്ലെയേഴ്സൊക്കെ ബെറ്ററായിട്ട് കളിക്കുന്നത്. പ്ലസ് ഈ മീഡിയയിൽ ഈ യുണൈറ്റഡ് സ്റ്റാൻഡും പെടും ഈ മീഡിയയിൽ.
ഇന്നലെ കളി മോശമില്ലാത്ത രീതിയിൽ ഇത്രയും അഡ്വേഴ്സിറ്റീസ് നമ്മൾ കളിച്ചിട്ട് തോറ്റത് ഓക്കെ, തോറ്റതിന് ഫ്രസ്ട്രേഷൻ കാണിച്ചു. പക്ഷേ ഇത് മറ്റേ അയാൾ ഇതുവരെ ചെയ്ത എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്തിട്ടിട്ട് അന്നല്ലായിരുന്നു ഇട്ടിട്ട് പൊട്ടിക്കാനുള്ളത്. വെസ്റ്റ് ഹാമിന് എന്ത് ചെയ്തു, മറ്റേത് എന്ത് ചെയ്തു, അതൊക്കെ വെസ്റ്റ് ഹാമും മറ്റേതും കഴിഞ്ഞിട്ട് പറയണം. ഇത് കഴിയുമ്പോഴത്തേക്കും വാട്ട് യു ഷുഡ് ഡു ഇസ് ദാറ്റ് ഗോ ആൻഡ് സെലിബ്രേറ്റ് യുവർ ക്രിസ്മസ്. അത് കഴിഞ്ഞിട്ട് ബോക്സിംഗ് ഡേയിലുള്ള കളി കാണാൻ പറ്റുക. അല്ലാതെ ചുമ്മാ ഈ വെറുതെ ആവശ്യമില്ലാത്ത പ്രഷർ. എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട് അമോറിമിന് ഈ സീസൺ മൊത്തം കൊടുക്കണമെന്ന്. സോ വാട്ട് ഈസ് ഹി എക്സ്പെക്ടിങ് ഫ്രം അമോറിം? സോ ഇങ്ങനത്തെ ചാനൽ ഇപ്പം ഞാൻ സംസാരിക്കുന്ന മലയാളത്തിലാണ്, മലയാളി ഓഡിയൻസ് എനിക്കുള്ളൂ. പക്ഷേ മലയാളി ഫാൻസിനിടയിലെങ്കിലും ഒരു എന്താ പറയുക, ടോക്സിക് കൾച്ചറിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ജെന്യൂൻലി ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ പുറത്തോട്ടൊരു ഓഡിയൻസ് എത്തൂല, മാർക്ക് ഗോൾബ്രിഡ്ജ് ഇത് കേൾക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഹിസ് സബ്സ്ക്രൈബർ, അയാളുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താ പറയുക, റേജ് ബെയിറ്റിങ്ങിന് മാത്രമുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഇങ്ങനത്തെ മീഡിയാസിനൊക്കെ അവോയ്ഡ് ചെയ്യുക, ട്വിറ്റേഴ്സിൽ ഇതേപടിയത്തുള്ള അവർക്ക് ഇൻട്രാക്ഷൻസ് കുറയ്ക്കുക, അതൊക്കെ ചെയ്യുക. ഞാൻ പറയുന്നത് പോയി ക്രിസ്മസ് ആഘോഷിക്കുക, തിരിച്ചു വരിക. കാര്യം ഇതിൽ ഇന്നലത്തെ കളിയിൽ നെഗറ്റീവായിട്ട് കാണാൻ എനിക്കൊന്നുമില്ല. ഇന്നലത്തെ കളിയിൽ ഏറ്റവും വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റന് ഹാംസ്ട്രിങ് വന്നു ആൻഡ് ഹി വിൽ ബി ഔട്ട് ഫോർ എ വൈൽ. അത് വലിയൊരു പ്രശ്നമാണ്. കാര്യം ലിച്ച മാർട്ടിനസ് നടുക്ക് വന്നപ്പോഴത്തേക്കും ലിച്ച ഉഗാർത്തെ ഫസ്റ്റ് ഹാഫിൽ ഡീസൻ്റ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ബാക്കായി പോയെന്നുള്ള സത്യമാണ്. പക്ഷേ ലിച്ച ഉഗാർത്തെ ഒരുമിച്ച് രണ്ട് ഡിഫൻസീവ് മൈൻഡുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഗോളൊഴുക്ക് കുറയുമെങ്കിലും നമുക്ക് മുമ്പിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. ലിച്ച കൊടുക്കുന്ന പാസസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബ്രൂണോ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടീമാണ്. ഇപ്പോൾ ലിച്ച മാർട്ടിനസ് നല്ല ലൈൻ ബ്രേക്കിംഗ് ആയിട്ട് മുമ്പിൽ കുഞ്ഞയ്ക്കും മൗണ്ടിനും കൊടുക്കുന്നത് ഈ സേഫ് പാസസ്, അത് ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ ലിച്ച കുഡിൻ ഡു ദാറ്റ് നെക്സ്റ്റ് ലെവൽ തിങ്, അതായത് ബോക്സിലോട്ട് ഇടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നും ഇല്ലാതിടത്തുനിന്നാണ് ആ ബ്രൂണോ സെസ്കോയ്ക്കുള്ള ചാൻസ് ഒരുക്കി കൊടുത്തത്. സോ ലൈക്ക് ബ്രൂണോ ഇസ് ബ്രൂണോ. അപ്പോൾ ബ്രൂണോയുടെ എബിലിറ്റീസിലുള്ള ഒരാൾ അവിടെ വരണം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ ബാക്ക് ത്രീ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് മിഡ് എന്തായാലും ഉണ്ടെങ്കിലേ ഇയാളുടെ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. പ്രോപ്പർ ബ്രൂണോനെ പോലെ ഒരു ക്രിയേറ്റീവ് മിഡ് ഉണ്ടായാലേ ആ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത കളിയിൽ കസമീറോ വരുമായിരിക്കും, മൈന് വരുന്നെങ്കിൽ വരട്ടെ. സോ എന്തൊക്കെ ആയാലും ബെറ്റർ. നമ്മളിപ്പം ഇഞ്ചുറി സ്ട്രക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ടീമിനെ ബാക്ക് ചെയ്യുക, ഇഞ്ചുറി ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, മാനേജറിനെ സപ്പോർട്ട് ചെയ്യുക. അയാൾക്കുള്ള പ്ലേയേഴ്സിനെ വെച്ച് അയാൾ കളിക്കുന്നുണ്ട്. സിസ്റ്റം മാറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആണെങ്കിലും അയാൾ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് അയാൾ കളിക്കുന്നുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി. നമ്മൾ അയാളുടെ കൂടെ നിൽക്കുക. 4 കളികൾ ഇനി വരുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ 3 കളികൾ അടുപ്പിച്ച് വരുന്ന ലീഡ്സ്, ബേൺലി, വൂൾസ് ആണ്. ഈ 3 കളി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ, അതായത് 9 out of 9 അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ വി ഹാവ് എ ഹൈ ചാൻസ് ഓഫ് യൂറോപ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചാമ്പ്യൻസ് ലീഗ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇതേപടിയുള്ള ടീംസ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് എന്നുള്ളത് പ്ലസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ചാമ്പ്യൻസ് ലീഗ് കളി കാണാമെന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്കോഡും വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗും കൂടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അടപടലം ചെയ്യും. പ്രീമിയർ ലീഗിൽ പിന്നീട് അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് കിട്ടാൻ പോകുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കണം. അത് നിങ്ങളുടെ നെഞ്ചത്ത് കഴിച്ച് പറയാൻ പറ്റുന്നുണ്ട് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കയറി കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡ് അടിക്കും? ഇല്ല. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ദാറ്റ് ഗോ ബാക്ക് ടു യൂറോപ്പ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോ ബാക്ക് ടു യൂറോപ്പ്. ഇപ്പോൾ യൂറോപ്പ ലീഗ് കളിച്ചാലും ഓക്കെ, ഇപ്പുറത്തെ ഒരു FA Cup പഠിക്കാൻ പറ്റിയ അത്ര നല്ലത്. പുതിയ പ്ലെയേഴ്സിനൊക്കെ വിന്നിങ്ങിൻ്റെ ഒരു ചോവ് കിട്ടും. ഈ കുഞ്ഞ് ബോമൊക്കെ FA Cup അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 ടൈറ്റിൽസിൽ ഒരെണ്ണം അടിക്കുമ്പോഴത്തേക്കും ലൈക്ക് ദേ വിൽ ഫീൽ ദാറ്റ് വിക്ടറി. അപ്പോൾ FA Cup അടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലി വേണമെന്നുള്ളൊരു കാര്യമാണ് ഈ സീസണിൽ. പിന്നെ യൂറോപ്പായും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, മിനിമം ഒരു യൂറോപ്പ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ റീബിൽഡ് പ്രോസസ്സിന് ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ചാമ്പ്യൻസ് ലീഗിലോട്ട് പോകുമ്പോൾ വിൽ പെർഫോം ബെറ്റർ ഇൻ ചാമ്പ്യൻസ് ലീഗ് എന്നാണ് എൻ്റെ പേഴ്സണൽ ടേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കളിയെ അത്രമാത്രം വിശദീകരിച്ച് ചെയ്യാൻ ഒന്നുമില്ല, അതൊക്കെ ഓൾറെഡി ഓരോരുത്തരൊക്കെ പറഞ്ഞു കാണും. ബട്ട് എനിക്കതാണ് തോന്നിയത്, വി ഡിഡ്ന്റ് പ്ലേ ബാഡ്, വി ഡിഡ്ന്റ് ഡിസേർവ് ടു ലൂസ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതും എവേ പോയി മോശമില്ലാത്ത രീതിയിൽ നമ്മൾ ഫൈറ്റ് ഇട്ടു. ഇപ്പോൾ ഡാലോ എന്ന് പറയുന്ന പ്ലെയർ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു, ഇൻ ദ സെൻസ് ദാറ്റ് അയാൾ ആ ലോങ് ത്രോ അടിക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അനാവശ്യമായി ചുമ്മാ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യാതിരിക്കുക. അവരൊക്കെ അറ്റ്ലീസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇരിക്കുന്ന പ്ലെയേഴ്സാണ്, നമുക്ക് വേറെ പ്ലെയേഴ്സ് ആരും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ടോക്സിസിറ്റി നമ്മളായിട്ട് ഇൻജക്ട് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഈ കേരള മലയാളി യുണൈറ്റഡ് ഫാൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സ് കളിയെ പറ്റിയൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക, നമുക്ക് കൺസ്ട്രക്റ്റീവ്ലി ഡിബേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. നമുക്ക് ന്യൂകാസിലിനെ കഴിഞ്ഞിട്ട് കാണാം.